ഹായ്. നല്ല മഴയാണ് പുറത്ത്. ഒരു ചെറിയ മെസ്സേജ് പാസ് ചെയ്യാം. നമ്മൾ വലിയ ലക്ഷ്യങ്ങളുമായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഡ്രീംസ് നമ്മൾ ഷെയർ ചെയ്യും നമ്മുടെ ഒപ്പമുള്ളവർ. അപ്പോൾ ഒപ്പമുള്ളവർ പറയും, യെസ്, ഞങ്ങളെല്ലാം നിങ്ങളുടെ ഒപ്പമുണ്ട്, നമുക്ക് ഒരുമിച്ച് ഇത് ചെയ്യാം. ഈ ഡ്രീമിൽ എത്ര പേരൊപ്പം ഉണ്ടാകും എന്നുള്ളതിനെ സമർത്ഥിക്കാനൊരു കഥയുണ്ട്. അതൊരു കുരങ്ങിൻ്റെ കഥയാണ്. ഒരു കുരങ്ങ്, പെൺകുരങ്ങ്. ആ പെൺകുരങ്ങിന് ഒരു കുട്ടിയുണ്ട്. ഭയങ്കര സ്നേഹമാണ് ആ കുട്ടിയോട്. തലയിലും താഴത്തും വെക്കാതെ ആ കുട്ടിയെ പൊന്നുപോലെ വളർത്തും. അപ്പോഴാണ് ആ കാട്ടിൽ വലിയൊരു പ്രളയം ഉണ്ടായത്. പ്രളയം ഇങ്ങനെ വന്ന് ഇങ്ങനെ മൂടി 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 എല്ലാം പോകുമ്പോൾ ഈ കുരങ്ങ് ഈ കുട്ടിയെ കൊണ്ട് മരങ്ങളിൽ ചാടി 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 ഏറ്റവും വലിയ കുന്നിൻ്റെ മുകളിലെ ഏറ്റവും വലിയ മരത്തിൻ്റെ മുകളിൽ ഇരുന്നു. ആ കുട്ടിയെ പൊന്നു പോലെ നോക്കി. ഈ കുട്ടി പ്രോജക്റ്റാണ് കേട്ടോ. ഈ എടുക്കുന്ന ആൾ ആ ഡ്രീം ഷെയർ ചെയ്ത ആളും. പക്ഷെ വെള്ളം എന്ത് ചെയ്തു? വെള്ളം ഇങ്ങനെ പൊങ്ങി 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 ആ മലയുടെ മുകളിലെത്തി. പതുക്കെ പതുക്കെ എന്തു സംഭവിച്ചു? ആ മരത്തിൻ്റെ മുകളിലേക്ക് കയറി കുരങ്ങിൻ്റെ കാലിലെത്തി, മേളിലെത്തി, അരയെത്തി, നെഞ്ചിൻ്റെ ഭാഗം എത്തിയപ്പോഴത്തേക്കും ഈ കുരങ്ങൻ ചെയ്തു, എൻ്റെ കുഞ്ഞ്, എൻ്റെ പ്രോജക്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കൈകൾ ഉയർത്തിയിട്ട് ഈ കുരങ്ങിൻ്റെ കുട്ടീനെ മുകളിൽ വെച്ചു. കുറച്ചും കൂടെ മുകളിൽ വന്ന് ഇവിടെ എത്തി, വായിൻ്റെ അവിടെ എത്തി, ഇവിടെ എത്തി, മൂക്കിൻ്റെ അവിടെ എത്തിയിട്ട് ശ്വാസം മുട്ടാൻ തുടങ്ങി. അപ്പോൾ ഈ കയ്യിൽ ഈ ഇരിക്കുകയാണ് ഈ കുരങ്ങൻ്റെ കുട്ടിയും പ്രൊജക്റ്റും. സ്വന്തം ജീവൻ പോകുന്ന ഘട്ടം വന്ന സമയത്ത് ഈ കുരങ്ങ് തിരിച്ചറിയും. ഈ കുരങ്ങിൻ്റെ കുട്ടീനെ നേരെ താഴത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ മേലെ ചവിട്ടി മുമ്മിട്ട് ശ്വാസം എടുത്തു. ഇതേപോലെയാണ് ചില സമയത്ത് നമ്മുടെ ഒപ്പം നമ്മുടെ ഡ്രീമിനെ ചേസ് ചെയ്യുന്ന ആൾക്കാർ കൂടുക.